ഹലോ, നമ്മൾ ഏത് ചോദ്യ പേപ്പർ എടുത്താലും അതിൽ സാക്രിഫൈസ് റേഷ്യോ കാണാൻ അല്ലെങ്കിൽ ഗെയിൻ റേഷ്യോ കാണാൻ ഇത് രണ്ടിൽ ഏതെങ്കിലും ഒന്ന് കാണാറുണ്ട് അല്ലേ? ചില സമയത്ത് ഇത് രണ്ടും കാണാറുണ്ട്. സോ നമുക്ക് ഇത് രണ്ടും എന്ത് ചെയ്യാം, കമ്പയർ ചെയ്തുകൊണ്ട് ട്രിക്ക് ഉപയോഗിച്ച് പഠിച്ചെടുത്താലോ. സോ നേരെ നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. സോ നമുക്കറിയാം സാക്രിഫൈസ് എന്ന് പറയുന്നത് എന്താണ്? ഒരു പാർട്ണർ ബിസിനസ്സിലേക്ക് വരുമ്പോൾ പഴയ പാർട്ട്നേഴ്സ് ഓൾഡ് പാർട്ട്നേഴ്സ് എന്ത് ചെയ്യും, ആ ഒരു പുതിയ പാർട്ണർക്ക് വേണ്ടി അവരുടെ ഷെയർ കുറച്ച് കൊടുക്കും. ഇതാണ് സാക്രിഫൈസ് അല്ലെ സാക്രിഫൈസ് റേഷ്യോ എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഗെയിൻ റേഷ്യോ എപ്പോഴാണ് സംഭവിക്കുക? ഒരു പാർട്ണർ റിട്ടയർ ആകുമ്പോൾ അല്ലെ ഡെത്ത് സംഭവിക്കുമ്പോൾ ആ പോയ പാർട്ണറിന്റെ ഷെയർ ബാക്കി റിമൈനിങ് പാർട്ട്നേഴ്സ് എന്ത് ചെയ്യും, വീതിച്ചെടുക്കും. ഇതിനെയാണ് ഗെയിൻ റേഷ്യോ എന്ന് പറയുന്നത്. ഇനി ഇതിന്റെ കമ്പ്യൂട്ടേഷനിലേക്ക് നേരെ പോകാം. നമുക്കറിയാം സാക്രിഫൈസ് റേഷ്യോ എന്ന് പറയുന്നത് എന്താണ്? ഓൾഡ് റേഷ്യോ മൈനസ് ന്യൂ റേഷ്യോ ആണ് സാക്രിഫൈസ് റേഷ്യോ ഇക്വേഷൻ. ഇത് നമുക്ക് എന്ത് ചെയ്യാം, ഒരു കോഡ് ഉപയോഗിച്ച് പഠിക്കാം. സൺ എന്ന് ഓർത്ത് വെക്കാം, അല്ലെങ്കിൽ ഓൺ എന്ന് ഓർത്ത് വെച്ചാലും മതി. സൺ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സാക്രിഫൈസ് ഈസ് ഈക്വൽ ടു ഓൾഡ് റേഷ്യോ മൈനസ് ന്യൂ റേഷ്യോ, അല്ലെങ്കിൽ ഓൺ എന്ന് ഓർത്ത് വെച്ചാലും മതി ഓൾഡ് റേഷ്യോ മൈനസ് ന്യൂ റേഷ്യോ. ഇതാണ് നമ്മുടെ സാക്രിഫൈസ് റേഷ്യോ കാണാനുള്ള ഒരു ഇക്വേഷൻ എന്ന് പറയുന്നത്. നമുക്കറിയാം ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യണമെങ്കിൽ നമുക്കറിയാം 3 പാർട്ട്നേഴ്സിന്റെ ഓൾഡ് റേഷ്യോ തന്നിട്ടുണ്ട്, 2 പാർട്ട്നേഴ്സിന്റെ ഓൾഡ് റേഷ്യോ തന്നിട്ടുണ്ട്. പുതിയൊരു പാർട്ണർ സണ്ണും കൂടെ വന്നപ്പോൾ, ഇത് നമ്മുടെ ആ സണ്ണല്ല കേട്ടോ, വേറെ സണ്ണാണ്. പുതിയ പാർട്ണർ കൂടെ വന്നപ്പോൾ അവരുടെ 3 ആൾക്കാരുടെ ന്യൂ റേഷ്യോ തന്നിട്ടുണ്ട്. സോ നമ്മൾ എന്ത് ചെയ്യണം, ഓൾഡ് പാർട്ട്നേഴ്സിന്റെ ഓൾഡ് റേഷ്യോയിൽ നിന്ന് ന്യൂ റേഷ്യോ കുറച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താക്കാം, സാക്രിഫൈസ് റേഷ്യോ കാണാൻ വേണ്ടി പറ്റും. സോ നിങ്ങൾ എന്ത് ചെയ്യുക, ആൻസർ ചെയ്തിട്ട് കമന്റ് ചെയ്യുക. അതേപോലെ തന്നെ ഗെയിൻ റേഷ്യോ എന്ന് പറയുന്നത് ജസ്റ്റ് എന്താണ്, നമ്മുടെ സാക്രിഫൈസ് റേഷ്യോന്റെ ഓപ്പോസിറ്റ്. സാക്രിഫൈസ് റേഷ്യോ നമ്മൾ എന്താ പഠിച്ചത്, ഓൺ എന്നല്ലേ, അതിന് നേരെ ഓപ്പോസിറ്റ് നോ, അതായത് ന്യൂ റേഷ്യോ മൈനസ് ഓൾഡ് റേഷ്യോ. നിങ്ങൾ സാക്രിഫൈസ് റേഷ്യോ പഠിച്ചിട്ടുണ്ടെങ്കിൽ അതിന് നേരെ ഓപ്പോസിറ്റ് റേഷ്യോ അപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, ഗെയിൻ റേഷ്യോ കിട്ടും. അങ്ങനെയാണെങ്കിൽ ന്യൂ റേഷ്യോ മൈനസ് ഓൾഡ് റേഷ്യോ, അങ്ങനെയാണെങ്കിൽ സാക്രിഫൈസ് റേഷ്യോ ഈക്വൽ ടു ഓൾഡ് റേഷ്യോ മൈനസ് ന്യൂ റേഷ്യോ ആണ്. ഗെയിൻ റേഷ്യോ എന്നുള്ളത് ഈ ഓണിനെ തിരിച്ചിടുക, നോ എന്നിട്ട് കൊടുക്കുക, ന്യൂ റേഷ്യോ മൈനസ് ഓൾഡ് റേഷ്യോ. അങ്ങനെയാണെങ്കിൽ ഗെയിൻ റേഷ്യോയുടെ ഒരു ക്വസ്റ്റ്യൻ പറയുകയാണെങ്കിൽ ഈ ചോദ്യം എപ്പോഴും നമ്മുടെ ചോദ്യ പേപ്പറിൽ ഇൻക്ലൂഡിംഗ് മോഡൽ എക്സാമിന് അടക്കം നമ്മൾ കണ്ട ചോദ്യമാണ്. ആദ്യം 3 പാർട്ട്നേഴ്സ് ഉണ്ടാവും, അവരുടെ ഓൾഡ് റേഷ്യോ നമുക്കറിയാം, അതിൽ ഒരാൾ റിട്ടയർ ചെയ്ത് പോകും, ബാക്കിയുള്ള 2 ആൾക്കാരുടെ ന്യൂ റേഷ്യോ നമുക്കറിയാം. നമ്മൾ എന്താ ചെയ്യേണ്ടത്, ന്യൂ റേഷ്യോയിൽ നിന്ന് ഓൾഡ് റേഷ്യോ നമ്മൾ എന്ത് ചെയ്യണം, കുറക്കണം. സോ നിങ്ങൾ എന്ത് ചെയ്യുക, ഇത് കുറച്ചിട്ട് ഫൈനൽ ആൻസർ ആരൊക്കെയാണ് സാക്രിഫൈസ് ചെയ്യുന്നത്, ആരൊക്കെയാണ് ഗെയിൻ ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ 2 ചോദ്യത്തിൽ നിന്നുള്ള ആൻസർ നിങ്ങൾ എന്ത് ചെയ്യുക, കമന്റ് ചെയ്യാം. സോ കമന്റിൽ ഞാൻ റിപ്ലൈ തരാം. സോ സീ യു നെക്സ്റ്റ് വീഡിയോ.